പാലക്കാട് പുൽപ്പുള്ളിയിൽ തദ്ദേശ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് പരാതി. പഞ്ചായത്തിൽ ഇല്ലാത്ത വീടിന്റെ പേരിൽ 41 വോട്ടർമാരാണ് ഉൾപ്പെട്ടത്. ഇതിൽ 90% CPM അനുഭാവികളാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പട്ടിക പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർക്ക് കോൺഗ്രസ് പരാതി നൽകി. ആരോപണം CPM നിഷേധിച്ചു. വീടില്ലാത്തൊരു സ്ഥലത്ത് അതിന് 6-ാം നമ്പർ വീടും 6-ാം നമ്പർ വീട്ടിൻ്റെ പേരിൽ 41 പേരെയാണ് അനധികൃതമായി ചേർത്തിരിക്കുന്നത് എന്നുള്ളത് ഇതിനാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ CPM കുറച്ചപ്പോഴേ അവർ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് മറ്റുള്ളവരുടെ വോട്ടവകാശം കൈകടത്താനുള്ള യാതൊരു മോഹമുള്ള ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് യാതൊരു ചിന്താഗതി പോലുമില്ല. അർഹതയുള്ളവർക്കും അംഗീകരിക്കപ്പെടുന്നവർക്കും ഏതൊരു പൗരനും വോട്ടിൻ്റെ അവകാശമുണ്ട്. ആ വോട്ട് അവകാശം നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുമുണ്ട്. പക്ഷേ ഇതുപോലെ അനധികൃതമായിട്ടുള്ള പ്രവർത്തനം, വീട് പോലും ഇല്ലാത്തൊരു സ്ഥലത്തിന് നമ്പറിട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിശോധിച്ചാൽ അറിയാം, 6-ാം നമ്പർ എന്നുള്ള വീടേ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. കാരണം ആ സ്ഥലത്ത് വീടില്ലാത്തത് കൊണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആ നമ്പർ ഇങ്ങനെ കയറി വന്നു. പിന്നെ CPM സെക്രട്ടറി പറയുകയുണ്ടായി, വാർഡ് വിഭജനം നടന്നപ്പോൾ അതിൽ വന്നതാണ് ഈ മിസ്റ്റേക്ക്, ക്ലർക്കൽ മിസ്റ്റേക്ക് എന്നുള്ളത്. ആകെ വാർഡ് വിഭജനത്തിൽ 1-ാം വാർഡ് 14-ാം വാർഡായി മാറിയെന്നല്ലാതെ ബാക്കി എല്ലാ വാർഡും അതാത് ഭാഗങ്ങളിൽ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. അത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. സാജിദ് അജ്മൽ വിവരണമായി ചേർന്നു. സാജിദ്, എന്താണ് കോൺഗ്രസുകാർ പറയുന്നത്? പുൽപ്പള്ളി പഞ്ചായത്തിലാണ് ഇല്ലാത്ത വീടിന്റെ പേരിൽ 41 വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. അതായത് വീട് നമ്പർ 006/6 എന്നുള്ളതാണ് ഈ വീട് നമ്പർ. ഇതിൽ 41 വോട്ടുകളാണ് ഉള്ളത്. വിവിധ മതത്തിലുള്ള ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ ഇതേ വീട് നമ്പറിൽ ഉണ്ട്. ഇതിൽ വലിയൊരു വിഭാഗം CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ CPMകാർ പറയുന്നത് കോൺഗ്രസുകാരായ ആളുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനകൾ നടത്തും എന്ന് അറിയിക്കുന്നുണ്ട്. നമ്മുടെ അന്വേഷണത്തിൽ ഈ CPMകാർ മാത്രമല്ല കോൺഗ്രസുകാരായ ആളുകളും അടക്കം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണോ, ഈ സാങ്കേതിക പിഴവാണോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നത്.